നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. മാവോയിസ്റ്റ് എന്ന് സംശയിക്കുന്ന ഒഡീഷ സ്വദേശി തെന്മല വനത്തിനുള്ളിൽ പിടിയിൽ. പരപ്പാർ അണക്കെട്ടിന് കിലോമീറ്ററുകൾ അകലെ നിന്നാണ് പിടിയിലായത്. സിപിഎം കൊല്ലം ജില്ലാ സെക്രട്ടറിയായി KN ബാലഗോപാലിനെ തെരഞ്ഞെടുത്തു. പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ ജില്ലാ കമ്മിറ്റിയിൽ. അഭിസാരികമാരും കള്ളുകച്ചവടക്കാരുമാണ് UDF സർക്കാരിനെ താഴെയിറക്കാൻ ശ്രമിക്കുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി. സർക്കാരിനെ ആർക്കും എന്തും ചെയ്യാമെന്ന സ്ഥിതിയാണുള്ളതെന്നും ഭാരതിപുരം. മാവോയിസ്റ്റ് എന്ന് സംശയിക്കുന്ന ഒഡീഷ സ്വദേശിയെ തെന്മല വനത്തിനുള്ളിൽ നിന്നും പിടിയിലായി. ഒഡീഷ കോട്ടാപൂർ സ്വദേശി ജഗ്മന്ത് പൂജാരിയാണ് റോസ്മലയിൽ വനപാലകരുടെ പിടിയിലായത്. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് ശെന്തുരുണി റിസർവ്ഡ് വനമേഖലയായ ഉമയാർ ഉണക്കത്തോട് ഭാഗത്തു നിന്നും 45നും 50നും മധ്യ പ്രായം തോന്നിക്കുന്ന ഇയാൾ വാച്ചർമാരുടെ പിടിയിലായത്. ക്യാമ്പ് ഷെഡിലുണ്ടായിരുന്ന വാച്ചർമാരാണ് ഇയാളെ പിടികൂടിയത്. തെന്മല പരപ്പാർ അണക്കെട്ടിൽ നിന്നും ഏകദേശം 21 കിലോമീറ്റർ ദൂരെയാണ് ഉണക്കത്തോട്. ആര്യങ്കാവ് റോസ്മലയിൽ നിന്നും 13 കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ പ്രദേശം റിസർവ്ഡ് വനമേഖലയാണ്. ബുധനാഴ്ച പുലർച്ചെയോടെ തെന്മല പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ മാവോയിസ്റ്റാണെന്ന് സംശയം തോന്നി. ഇതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി ചോദ്യം ചെയ്തു. തിരുവനന്തപുരം ഇന്റേണൽ സെക്യൂരിറ്റി ഡിവൈഎസ്പി മധുസൂദനൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി J ജേക്കബ്, പുനലൂർ ASP J ഹിമേന്ദ്രനാഥ് തുടങ്ങിയവരാണ് ഇയാളെ ചോദ്യം ചെയ്തത്. ശെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷണൽ ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ഒഡീഷയിലെ കോരാപൂർ സ്വദേശിയാണ് ഇയാളെന്ന് തിരിച്ചറിഞ്ഞതോടെ ഒഡീഷ പോലീസുമായി ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടു. ഇയാളുടെ ചിത്രം ഒഡീഷയിലേക്ക് അയച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റിസർവ്ഡ് വനത്തിൽ അതിക്രമിച്ചു കയറിയതിൽ ഇയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കും. വിശദമായ ചോദ്യം ചെയ്യലിന് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ആവശ്യപ്പെടുമെന്നാണ് സൂചന. സംഭവത്തോടെ റോസ്മല, പാലരുവി, ശെന്തുരുണി വനമേഖല തുടങ്ങിയ പ്രദേശങ്ങളിൽ പോലീസ് കനത്ത ജാഗ്രത പുലർത്തുകയാണ്. ലൈവ് വാർത്ത, തെന്മല. ഇരുചക്ര വാഹനത്തിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച ദമ്പതികൾ തെന്മലയിൽ പിടിയിൽ. അടൂർ സ്വദേശി പ്രദീപ്, ഭാര്യ ഗീത എന്നിവരെയാണ് തെന്മല പോലീസ് പിടികൂടിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ഇരുചക്ര വാഹനത്തിൽ 1/2 കിലോയോളം വരുന്ന കഞ്ചാവ് കടത്താൻ ശ്രമിച്ച അടൂർ വാഴവിള ആശാഭവനിൽ പ്രദീപ്, ഭാര്യ ഗീത എന്നിവരാണ് തെന്മല പോലീസിന്റെ വലയിലായത്. തെന്മല പോലീസ് സബ് ഇൻസ്പെക്ടർ രാജേഷിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ദമ്പതികൾ പിടിയിലായത്. പ്രദീപ് സ്ഥിരം കഞ്ചാവ് കടത്തുകാരനാണെന്നും പോലീസിന് സംശയം തോന്നാതിരിക്കാനായി ഭാര്യയെ കൂട്ടുപിടിക്കുകയായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട്. കഴുതുരുട്ടി കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ കഞ്ചാവ് കച്ചവടം. കഴുതുരുട്ടി, ആര്യങ്കാവ്, തെന്മല, ഒറ്റക്കൽ, ഇടമൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ കഞ്ചാവ് വിൽപ്പന വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ചില ഒറ്റപ്പെട്ട കേസുകൾ പിടികൂടുന്നതല്ലാതെ ചില്ലറ വിൽപ്പനക്കാരെ തടയാനോ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള മൊത്തം വിൽപ്പനക്കാരെ പിടികൂടാനോ പോലീസിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിലെ സ്വകാര്യ കോളേജുകളിലെ വിദ്യാർത്ഥികൾ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും കഞ്ചാവ് വാങ്ങി കോളേജുകളിലെത്തി വിൽപ്പന നടത്തുന്നതായും സൂചനയുണ്ട്. ലൈവ് വാർത്ത, തെന്മല. കിഴക്കേക്കര സെന്റ് മേരീസ് സ്കൂൾ വജ്ര ജൂബിലി വിളംബര ഘോഷയാത്ര 29-ന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 29-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ബെസേലിയസ് കർദിനാൾ ക്ലീമീസ് കത്തോലിക്ക ബാവ അധ്യക്ഷത വഹിക്കും. കേരള കോൺഗ്രസ് ബി ചെയർമാൻ R ബാലകൃഷ്ണപിള്ള, കൊടിക്കുന്നിൽ സുരേഷ് MP, ഐഷ പോറ്റി MLA, KB ഗണേഷ് കുമാർ MLA, ഡോക്ടർ ജോഷുവ മാറിഗ്നോത്യൂസ് എന്നിവർ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാഗസിൻ ഫാദർ യോഹന്നാൻ മുളമൂട്ടിൽ പ്രകാശനം ചെയ്യും. നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് NSS കോർഡിനേറ്റർ A സുബൈർ കുട്ടി ഉദ്ഘാടനം ചെയ്യും. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ PM മേരിക്കുട്ടി, ഗ്രേസമ്മ പാപ്പച്ചൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകും. തുടർന്ന് സിനി ആർട്ടിസ്റ്റ് കലാഭവൻ പ്രചോദന നേതൃത്വത്തിൽ കലാസന്ധ്യ അരങ്ങേറും. 31 രാവിലെ 10 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനവും അലുമിനി അസോസിയേഷൻ രൂപീകരണവും നടക്കും. വജ്ര ജൂബിലി ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കും. അവിടെ ആരംഭിക്കുന്ന ജൂബിലി വിളംബര ഘോഷയാത്ര സ്കൂളിൽ എത്തിച്ചേരുകയാണ്. വിളംബര ഘോഷയാത്ര കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ചില പ്രവർത്തനങ്ങളിൽ എങ്ങനെ അവരെ കൂടുതൽ ശാക്തീകരിക്കുവാൻ സാധിക്കുമെന്ന് അസംബ്ലിയിലൂടെ വീണ്ടും നിർദ്ദേശങ്ങൾ നൽകും. 29-ാം തീയതിയാണ് ജൂബിലി, വജ്ര ജൂബിലിയുടെ ഉദ്ഘാടന സമ്മേളനം. ആ സമ്മേളനം കൃത്യം 2 മണിക്ക് 2015 ജനുവരി 29-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലിൽ സ്റ്റേജിൽ വെച്ച് നടക്കും. കൊടുക്കുന്നിൽ സുരേഷ്, ഈ പ്രദേശത്തിന്റെ MP, ഈ നാടിന്റെ MLA അഡ്വക്കേറ്റ് ശ്രീമതി P ഐഷ പോറ്റി എന്നിവർ വിവിധ കർമ്മ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും.
വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഫാദർ സി ജോൺ, ഹെഡ്മാസ്റ്റർ ബ്ലെസൻ ടി ജോൺ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ KO രാജുകുട്ടി, PTA പ്രസിഡന്റ് B ഷാജഹാൻ, സ്റ്റാഫ് സെക്രട്ടറി KG അലക്സ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. തെന്മല കല്ലട ജലസേചന പദ്ധതിയുടെ അധീനതയിലുള്ള നിരവധി കെട്ടിടങ്ങളും വാഹനങ്ങളും കാടുകയറി നശിക്കുന്നു. ലക്ഷങ്ങൾ വില വരുന്ന യന്ത്രസാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുമ്പോഴും അനങ്ങാപ്പാറയാവുകയാണ് KIP അധികൃതർ. തെന്മല പരപ്പർ അണക്കെട്ടിനോട് ചേർന്നുള്ള നിരവധി കെട്ടിടങ്ങളും വസ്തുവകകളും കാലങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഡാമിന്റെ നിർമ്മാണ കാലം മുതലുള്ള ഗോഡൌണുകൾ പലതും പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. ഈ ഗോഡൌണുകളിലായി റോഡ് റോളറുകളും യന്ത്രസാമഗ്രികളും ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഇരുമ്പ് സാമഗ്രികളും തുരുമ്പെടുക്കുവാൻ തുടങ്ങിയിട്ടും നാളുകളായി. ഇവ ലേലം ചെയ്യുന്നതിനോ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗയോഗ്യമാക്കുന്നതിനോ മാറി മാറി വന്ന സർക്കാരുകളും തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ തെന്മലയിൽ ചേർന്ന വികസന യോഗത്തിൽ KIP കെട്ടിടങ്ങളും സ്ഥലവും വികസനത്തിന് പ്രയോജനപ്പെടുത്തണമെന്ന് തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആവശ്യമുന്നയിച്ചിരുന്നു. റെയിൽവേ പുറമ്പോക്ക് നിവാസികളുടെ കുടിയൊഴിപ്പിക്കൽ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോഴും ഇവരെ KIPയുടെ ഉപയോഗശൂന്യമായ കെട്ടിടങ്ങളിൽ പാർപ്പിക്കാമെന്ന് അഭിപ്രായമുയർന്നു വന്നിരുന്നു. എന്നാൽ ഇത് നടപ്പായില്ല. കുടിയൊഴിപ്പിക്കപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം KIPയുടെ അധീനതയിൽ ഉണ്ടായിരുന്നിട്ടും ഇതിനു തയ്യാറാകാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അതേസമയം KIPയുടെ വക വസ്തുവകകൾ കാടുകയറിയും തുരുമ്പെടുത്ത് നശിപ്പിക്കുമ്പോൾ ലാഭം ആർക്കെന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. CPM ജില്ലാ സെക്രട്ടറിയായി KN ബാലഗോപാൽ തെരഞ്ഞെടുക്കപ്പെട്ടു. നാളുകളായി ഉയർന്നിരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് അപ്രതീക്ഷിതമായാണ് രാജ്യസഭാംഗമായ KN ബാലഗോപാൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാന കമ്മിറ്റി അംഗം P രാജേന്ദ്രന്റെയും K വരദരാജന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹന്റെയും പേരുകളാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ആദ്യം മുതൽ ഉയർന്നുകേട്ടത്. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം വെച്ചുകെട്ടിയതാണ് P രാജേന്ദ്രന്റെ സാധ്യതയെ തട്ടിത്തെറിപ്പിച്ചത്. ചില ഗുരുതര ആരോപണങ്ങൾക്ക് വിധേയനായത് K വരദരാജന്റെ സാധ്യതയ്ക്കും മങ്ങലേൽപ്പിച്ചു. ജില്ലാ പ്രസിഡന്റിന്റെ ഭാരിച്ച ഉത്തരവാദിത്വങ്ങളാണ് ഇരട്ടപ്പദവി വഹിക്കാൻ ജയമോഹന് തടസ്സമായത്. ജില്ലയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഒത്തുതീർപ്പ് ഫോർമുല എന്ന വണ്ണം ബാലഗോപാൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത്. ജില്ലയിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുടെയും പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെയും നിലപാടുകളാണ് ബാലഗോപാലിനെ സെക്രട്ടറിയാക്കിയത്. രാജ്യസഭാംഗത്വം 2 വർഷം കൂടി ബാക്കിയിരിക്കെയാണ് KNB ജില്ലയുടെ പാർട്ടി അമരത്വത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കലഞ്ഞൂർ മാവനാൽ ശ്രീനികേതത്തിൽ PK നാരായണ പണിക്കരുടെയും രാധാമണിയമ്മയുടെയും മകനായി ജനിച്ച ബാലഗോപാലിന്റെ രാഷ്ട്രീയ പ്രവേശം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയായിരുന്നു. SFIക്ക് പത്തനാപുരത്തും പുനലൂരിലും കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തിലും വേരോട്ടമുണ്ടാക്കിയ നേതൃത്വത്തിൽ പ്രമുഖൻ. പുനലൂർ ശ്രീനാരായണ കോളേജ് യൂണിയൻ ചെയർമാൻ, തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജ് യൂണിയൻ ചെയർമാൻ, കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം എന്നീ പദവികളിലൂടെ വിദ്യാർത്ഥി നേതാവായി KNB വളർന്നു. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ മണ്ഡലത്തിൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. അവിഭക്ത കൊല്ലം ജില്ലയുടെ ഭാഗമായിരുന്ന കലഞ്ഞൂരാണ് ബാലഗോപാലിന്റെ ജന്മദേശം. ഇന്ന് കലഞ്ഞൂർ പത്തനംതിട്ടയുടെ ഭാഗമായെങ്കിലും ബാലഗോപാൽ തന്റെ രാഷ്ട്രീയ തട്ടകമായി തെരഞ്ഞെടുത്തത് കൊല്ലമായിരുന്നു. SFI കൊല്ലം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റ്, DYFI ദേശീയ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. VS പക്ഷത്തിന്റെ ജില്ലയുടെ ശബ്ദമായിരുന്നു ബാലഗോപാൽ. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി. എന്നാൽ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഔദ്യോഗിക പക്ഷത്തേക്ക് ചേക്കേറിയ KNB അധികം വൈകാതെ രാജ്യസഭയിലെത്തി. പാർലമെന്റേറിയൻ എന്ന നിലയിൽ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതോടെ പാർട്ടിക്കുള്ളിലും KNB പ്രിയങ്കരനായി. പോളിറ്റ് ബ്യൂറോയിലെ എല്ലാ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ബാലഗോപാലിന്റെ പേര് സമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാനത്തെ മുഴുവൻ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഒരേ സ്വരത്തിൽ നിർദ്ദേശിച്ചതായാണ് സൂചന. വിഭാഗീയതയ്ക്ക് ഒട്ടും കുറവില്ലാത്ത ജില്ലയാണ് കൊല്ലം. നേതൃത്വത്തിനുള്ളിലെ ചേരിതിരിവ് വേറെയും. ഈ സാഹചര്യത്തിൽ സെക്രട്ടറിയായുള്ള KN ബാലഗോപാലിന്റെ സ്ഥാനാരോഹണം ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രതീക്ഷ. കൊട്ടിയം NSS കോളേജിലെ അധ്യാപിക ആശാ പ്രഭാകറാണ് ബാലഗോപാലിന്റെ ഭാര്യ. കല്യാണി, ശ്രീഹരി എന്നിവർ മക്കളാണ്. KN മധുസൂദനൻ, ഡോക്ടർ KN ഹരിലാൽ, KN ശ്രീലത, KN ബിന്ദു എന്നിവരാണ് സഹോദരങ്ങൾ. പൊളിറ്റിക്കൽ ഡെസ്ക്, ലൈവ് വാർത്ത. CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ കിഴക്കൻ മേഖലയ്ക്ക് പുതിയ പ്രാതിനിധ്യം. പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാലിനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. മുൻ നഗരസഭാ ചെയർമാനും CPM പുനലൂർ ഏരിയ സെക്രട്ടറിയുമായ MA രാജഗോപാലിനെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. ബുധനാഴ്ച സമാപിച്ച കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ് രാജഗോപാൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതുതായി 8 പേരെയാണ് തെരഞ്ഞെടുത്തത്. KN ബാലഗോപാൽ, MA രാജഗോപാൽ, PK ഗോപൻ, PK ബാലചന്ദ്രൻ, T മനോഹരൻ, SL സജീവ് കുമാർ, പ്രസന്ന ഏണസ്റ്റ്, G മുരളീധരൻ എന്നിവരെയാണ് പുതുതായി ഉൾപ്പെടുത്തിയത്. അതേസമയം 7 പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. കലാലയ രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്കെത്തിയ MA രാജഗോപാൽ നാട്ടുകാർ അവരുടെ പ്രിയപ്പെട്ട MAR ആണ്. SFI, DYFI ജില്ലാ ഭാരവാഹിയായി പ്രവർത്തിച്ചിരുന്ന MAR നിലവിൽ CITU ഏരിയ പ്രസിഡന്റ്, പുനലൂർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ്, ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. ലൈവ് വാർത്ത, പുനലൂർ.
വീടുകളിൽ മരമുറിക്കലും കൂലിവേലയും ചെയ്തുവന്ന തമിഴ്നാട് സ്വദേശിയെ പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് ചുരണ്ട സ്വദേശി മാരിമുത്തുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുതുരുട്ടി 3-ാം ഡിവിഷനിലെ 6-ന് അരികിലായാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് 3 ദിവസത്തെ കാലപ്പഴക്കം ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. കഴുതുരുട്ടി സ്വദേശി അഷ്റഫിന്റെ പുരയിടത്തിൽ പണിയെടുത്തു വരികയായിരുന്നു മരിച്ച മാരിമുത്തു. ഞായറാഴ്ച നാഗമലയിലെ ബന്ധുവിന്റെ വീട്ടിലെത്തി താൻ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു. മരിച്ചുകിടന്ന സ്ഥലത്തിനു സമീപത്തെ പ്ലാവ് മരത്തിന്റെ കൊമ്പ് കോതിയിട്ടുണ്ട്. അതിനാൽ കൊമ്പ് കോതുന്നതിനിടെ മരത്തിൽ നിന്നും വീണതാകാം മരണകാരണം എന്നാണ് പോലീസ് നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കാണി ഭാര്യയും പോച്ചിയമ്മ മുത്തുരാജ് എന്നിവർ മക്കളുമാണ്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. അഭിസാരികമാരും കള്ളുകച്ചവടക്കാരുമാണ് സംസ്ഥാന സർക്കാരിനെ താഴെയിറക്കാൻ ശ്രമിക്കുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി. സംസ്ഥാന സർക്കാരിനെ ആർക്കും എന്തും ചെയ്യാവുന്ന സ്ഥിതിയാണ്. ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഗവൺമെന്റിന് 1.5 വർഷക്കാലം വളരെ സ്മൂത്തായി ഭരണം പോയി. അതിനുശേഷമാണ് നമ്മുടെ സരിതയുടെ വരവ്. സരിത വന്നു. സരിതയുടെ പക്ഷേ ഗവൺമെന്റിന് 5 നയാ പൈസ ഈ സോളാർ വിഷയത്തിൽ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് 1 പൈസ പോയിട്ടില്ല. ഈ നരമ്പ് രോഗികളായ ചില ഒരു 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ സരിതയെ കണ്ട് പൈസ ചോദിച്ചപ്പോൾ 50 ലക്ഷത്തിന്റെ 60 ലക്ഷത്തിന് ചെക്ക് എഴുതി കൊടുക്കുകയായിരുന്നു. അതിന് ഉമ്മൻചാണ്ടി എന്ത് കഴിച്ചു? ഉമ്മൻചാണ്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷമായ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇവിടുത്തെ പ്രബല രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും ഈ ബാർ കേസിൽ അഴിമതിയെ കുറിച്ച് പറയുന്നില്ല. CPI പറയുന്നില്ല. അവരുടെ പാർട്ടിക്കകത്ത് തന്നെ അത് ബഹളമാണ്. ഒരു ചാരായ കച്ചവടം ചെയ്യുന്ന ഒരു ബാർ ബിസിനസ് നടത്തുന്ന മദ്യവ്യവസായിയാണ് ഒരു ഗവൺമെന്റ് മറിച്ചിടാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവർ പ്രതിപക്ഷങ്ങളൊന്നും അവരൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ആർക്കും എന്തുമാകാം. അഭിസാരികൾ മുതൽ മദ്യവ്യവസായികൾ വരെയുള്ള ആളുകളാണ് ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലുള്ള ജനജീവന ബോധന യാത്രയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ഉദ്ഘാടനം ചെയ്തു. ഇടക്കാല ആശ്വാസം അനുവദിച്ച് ശമ്പള പരിഷ്കരണം സമയബന്ധിതമായി നടപ്പാക്കുക, പെൻഷൻ പ്രായം 60 വയസ്സായി ഉയർത്തി ഏകീകരിക്കുക, സിവിൽ സർവീസ് അഴിമതിരഹിതമാക്കുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനബോധന യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനുവരി 12-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ 29-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. തുടർന്ന് ഫെബ്രുവരി 4-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തും. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരിച്ചത്. തുടർന്ന് നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ സംഘടിപ്പിച്ച സമ്മേളനം KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ഉദ്ഘാടനം ചെയ്തു. ശമ്പള വർധനവിനു വേണ്ടി സമരം ചെയ്യുന്ന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇപ്പോഴത്തെ സ്ഥിതിയിൽ പരിമിതമാണ്. പരിമിതമായ ശമ്പളം പുതുക്കി നൽകാൻ സംസ്ഥാന സർക്കാരിനേക്കാളും നരേന്ദ്രമോദിക്ക് കഴിയുമെന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തെ ഉദ്ധരിച്ച് ഹാസ്യാത്മകമായി ഭാരതീപുരം പ്രതികരിച്ചു. ഇപ്പോ സർക്കാർ ജീവനക്കാര് അവരുടെ പരിമിതമായ ആവശ്യങ്ങളാണ് പറയുന്നത്. ഈ സർക്കാർ ജീവനക്കാർക്ക് ഇപ്പം കിട്ടുന്ന ശമ്പളം കൊണ്ട് അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, വീട്ടുകാര്യങ്ങൾ ഇതൊക്കെ നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇപ്പം ചിലപ്പോൾ കൂടുതൽ കിട്ടാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ നമ്മുടെ ഒബാമയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ വന്ന് നമ്മുടെ മോദിയുമായി കെട്ടിപ്പിടിച്ചു. പിരിയാൻ നേരത്തെ ഒരു 20,000 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പത്രത്തിൽ കണ്ടു. പക്ഷേ ചൈന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ അമേരിക്കയെ കൂടുതൽ ആലിംഗനം ചെയ്യാൻ പോകുന്നത് വളരെ അപകടമാണ്. ചൈനയെ പോലെ തന്നെ ചൈനയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ത്യയിൽ വന്ന് ഇന്ത്യ ചീന ബായ് ബായ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് അദ്ദേഹം മടങ്ങി പീക്കിങ്ങിലെത്തുന്നതിന് മുമ്പ് ചൈനീസ് ഭടന്മാർ ഇന്ത്യക്കകത്തേക്ക് വന്നു. അതേപോലെ ചൈനയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. സെറ്റോ പുനലൂർ താലൂക്ക് കമ്മിറ്റി ചെയർമാൻ H. നിസാം അധ്യക്ഷത വഹിച്ചു. NGO അസോസിയേഷൻ പ്രസിഡന്റ് B. ബിനു സ്വാഗതം പറഞ്ഞു. മുൻ MLA പുനലൂർ മധു മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ കോട്ടാത്തല മോഹന് പ്രവർത്തകർ സ്വീകരണം നൽകി. കൃഷിഭവൻ കരവാളൂർ മുഹമ്മദ് ഖാൻ, റവന്യൂ വകുപ്പിന് വേണ്ടി പുനലൂർ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി അനിൽകുമാർ, വൈസ് ക്യാപ്റ്റൻ P. ഹരിഗോവിന്ദൻ, ജാഥ മാനേജർ NL ശിവകുമാർ, NGO അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ M. അജന്തൻ, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇടമൺ ഇസ്മായിൽ, N. രവികുമാർ, NK ബെന്നി, പ്രദീപ് താമരക്കുടി, ചവറ ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. ഇന്ത്യ കാത്തുസൂക്ഷിച്ച മൂല്യങ്ങളിൽ നിന്നും നാം അകന്നു പോവുകയാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി.
അതിന് കുടപിടിക്കുന്നത് നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹത്തിന്റെ രൂപഭാവങ്ങൾ അതിനുദാഹരണമാണെന്നും ശശി കൂട്ടിച്ചേർത്തു. ഇന്ത്യ കാത്തു സൂക്ഷിച്ചിരുന്ന മൂല്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ്. ജവഹർലാൽ നെഹ്റു, നമ്മുടെ രാഷ്ട്രശില്പിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞത് നമ്മുടെ ചേരിചേര രാജ്യമെന്നാണ്. ഇന്ത്യ ചേരിചേര പ്രസ്ഥാനത്തിന്റെ നടുനായകത്വം വഹിച്ചത് നമ്മുടെ മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജവഹർലാൽ നെഹ്റു ആണ്. എന്നാൽ അതിന് വ്യത്യസ്തമായി നമ്മൾ പ്രത്യക്ഷമായി ചൈനീസ് ചേരി അമേരിക്കൻ ചേരിയിലേക്ക് പോകുന്നു എന്നൊരു ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുകയാണ്. ഇത് മഹാത്മാഗാന്ധിയുടെ നാടാണ്. 200 വർഷം ബ്രിട്ടീഷുകാരൻ നമ്മളെ അണിയിച്ചിരുന്ന പാരതന്ത്ര്യത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിയാൻ അർത്ഥനഗ്നനായ ഫക്കീർ ഒരു അരമുണ്ട് മാത്രം കൊടുത്ത് ജനകോടികൾ സഞ്ചരിച്ച ആളാണ്. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് നാണിച്ചുപോയി മോദിയുടെ ഉടുപ്പ് കണ്ട്. എനിക്കും ഇതുപോലൊരെണ്ണം വേണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഏറ്റവും കൂടിയ സൂട്ട്, ആ സൂട്ടിലെല്ലാം സൂചി നൂലും വെച്ച് ഹാൻഡിക്രാഫ്റ്റ്സുകാർ മോഡി എന്ന് അതിനകത്ത് എഴുതി ചേർത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ തലമുടി വെട്ടുന്നതിന് ഈ മേക്കപ്പുകാർ വന്നിരിക്കുന്ന ഫ്രാൻസിൽ നിന്നാണ്. അദ്ദേഹത്തിന് സ്വന്തമായി ബ്യൂട്ടീഷ്യന്മാരുണ്ട്. നമ്മുടെ രാജ്യം അടുത്ത നൂറ്റാണ്ടിലേക്ക് നയിക്കാൻ പോകുന്ന പ്രധാനമന്ത്രിയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചാലിയക്കരയിൽ AVT കൈയടക്കി വെച്ചിരുന്ന KIP വക സ്ഥലം കയ്യേറി ഭൂരഹിതരുടെ പ്രതീകാത്മക സമരം. തെന്മല പഞ്ചായത്ത് അംഗങ്ങളായ K സുരേന്ദ്രൻ, C ചെല്ലപ്പൻ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ് കുമാർ, കുഞ്ഞുമോൾ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം കയ്യേറിയത്. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര വാർഡിൽ AVT കൈവശം വെച്ചിരുന്ന 36 ഏക്കർ സ്ഥലമാണ് ഭൂരഹിതർ പ്രതീകാത്മകമായി കയ്യേറിയത്. തലചായ്ക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലാതെ നൂറുകണക്കിന് ആളുകൾ റെയിൽവേയുടെയും ദേശീയപാതയുടെയും വശങ്ങളിൽ കഴിയുമ്പോൾ സർക്കാർ വക ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്ന AVT അടക്കമുള്ള കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്ന് അത് തിരികെ പിടിച്ച് പാവങ്ങൾക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് വാർഡ് മെമ്പർ K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഭൂരഹിതരായ മുഴുവൻ പേർക്കും നൽകാനുള്ള ഭൂമി ഇവിടെയുണ്ട്. തെന്മല മുതൽ വാഴപ്പാറ വരെ 95 ഏക്കർ സ്ഥലവും ഉപ്പുകുഴി മാമ്പഴത്തറ ഭാഗത്ത് 90 ഏക്കർ സ്ഥലവുമുണ്ട്. ചാലിയക്കര എസ്റ്റേറ്റിൽ നിന്ന് വിരമിക്കുന്ന തോട്ടം തൊഴിലാളികൾക്കും തലചായ്ക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. കൂടാതെ കമ്പിലൈൻ, കനാൽ പുറമ്പോക്ക് എന്നിവിടങ്ങളിലും കഴിയുന്നവർക്ക് ഈ സ്ഥലങ്ങൾ ഉപയോഗിക്കാം. ഈ കിടക്കുന്ന പുറമ്പോക്ക് ഭൂമികൾ നമ്മുടെ ഈ കനാലിന്റെ ഇരുഭാഗത്തും കിടക്കുന്ന ഈ AVT കമ്പനിയുടെ സ്ഥലം മാത്രം, ഈ ഭാഗത്ത് മാത്രമേ ഈ സർക്കാർ വക ഭൂമി കേപ്പിട പോക ഭൂമി കൈകാറാൻ കിടപ്പുള്ളൂ. അപ്പൊ ഈ ഭൂമി വെറുതെ ഇങ്ങനെ കാട് കയറി മറ്റേ മലക്കിടക്ക് പാമ്പുകൾ ഏറ്റവും വലിയ ജനങ്ങൾക്ക് സ്കൂൾ പോകുന്ന പിള്ളേർക്കൊക്കെ പലതവണ ഓടിച്ചിട്ടുള്ള ഏരിയ ഇതൊക്കെ. പാമ്പുകളുടെ കാരണം കൊണ്ടും പല വലിയ മൃഗങ്ങളുടെ കാരണം കൊണ്ടും ഇവിടെ ജീവിക്കൊക്കെ കണ്ടിന്യൂ വന്നിരിക്കുക. അപ്പൊ ഈ സ്ഥലം പാമ്പ് 1 സെന്റ് സ്ഥലം പോലും ഇല്ലാത്തവർക്ക് ഒരു 30 സെന്റ് സ്ഥലം കൊടുത്ത് അവർക്ക് നമുക്ക് അടി നടത്താനോ ഒരു പ്രശ്നം നടത്താനോ അല്ല നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. ഈ 30 സെന്റ് സ്ഥലം പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ അവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാകരുത്. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നാട്ടുകാർ നല്ല സഹകരണമുണ്ട്. ഈ വസ്തു കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ നാട്ടുകാരുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സഹകരണത്തിൽ ഉണ്ടാകണം. 10 സെന്റ് വീതം 1500 കുടുംബങ്ങൾക്ക് നൽകാനുള്ള സ്ഥലം കുത്തക മുതലാളിമാർ കയ്യേറിയിട്ടുണ്ട്. കൂടാതെ ചാലിയക്കര ഉപ്പുകുഴി ദേവീക്ഷേത്രത്തിന്റെ 4 ഏക്കർ സ്ഥലം AVT കൈവശം വെച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ കുറച്ച് സ്ഥലത്ത് 50 വർഷത്തിൽ പുറത്ത് താമസിക്കുന്നവരുണ്ട്. അവർക്ക് ആ സ്ഥലം പതിച്ചു നൽകി AVT കൈവശം വെച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് തിരികെ പിടിക്കണം. വളരെ വർഷക്കാലമായി ഭൂമിക്ക് വേണ്ടി നിരവധി തവണ പഞ്ചായത്തുകളിൽ അപേക്ഷ കൊടുക്കുകയും അതുപോലെ റെയിൽവേ പുറമ്പോക്കിൽ താമസിക്കുകയും ചെയ്തിരുന്ന ജനങ്ങളാണ്. പക്ഷേ റെയിൽവേ പുറമ്പോക്കിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ വീടും കൂടുമില്ലാതെ തെരുവിൽ ഇറങ്ങി നടക്കേണ്ട ഒരു ഗതികളിലേക്ക് നീങ്ങിയ ജനങ്ങൾക്ക് വേണ്ടിയാണ്. 1 സെന്റോ 2 സെന്റോ ഭൂമി വേണ്ട, ഞങ്ങൾക്കിവിടെ ഒരു മിനിമം 10 സെന്റ് ഭൂമിയെങ്കിലും ഒരു മനുഷ്യന് പുനരധിവസിക്കുന്നതിന് വേണ്ടി സർക്കാർ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പോരാട്ട സമരത്തിന് അദ്ദേഹത്തിന് പിന്തുണയായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ജാതി മത ചിന്താഗതികളില്ലാതെ എല്ലാ സമുദായത്തിനും അറിയിക്കുന്ന പ്രാധാന്യത്തോടു കൂടി ഈ 10 സെന്റ് ഭൂമി സർക്കാർ തരുമാറാകണമെന്നും 3 സെന്റിലും 3/4 സെന്റിലും ജീവിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ സർക്കാർ ഭൂമി, ഒരുപാട് പാഴായ ഭൂമികൾ ഇവിടെ കേരളത്തിൽ ഒരേ വൻകിട കുത്തക മുതലാളിമാർ കൈയടക്കം വെച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്നും അവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷമുള്ള ഭൂമിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിൽ 10 സെന്റ് ഭൂമിയെങ്കിലും ഏറ്റവും കുറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങളുടെ അവകാശമാണ് അത് വാങ്ങിക്കുക എന്നുള്ളത്. 10 സെന്റ് ഭൂമി എന്നുള്ളത് എല്ലാവരും ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി മരണം വരെ ഞങ്ങൾ പോരാടുവാനും ആ പോരാട്ടത്തിൽ ഞങ്ങളുടെ ജീവൻ പോലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ജീവനൊന്നും സംഭവിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ആ ഭൂമി ഞങ്ങൾ നേടിയെടുക്കുമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത്. സോണിയ തിരുവനന്തപുരം കേരളത്തിൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് കുറെ എണ്ണത്തിന് പട്ടയം തന്നു. പട്ടയം തന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെയും ഭൂമി കണ്ടെത്തിയിട്ടോ ഞങ്ങൾക്ക് ഇതുവരെയും ഭൂമി തന്നിട്ടോ ഇല്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് കയറി കിടക്കാൻ നിവർത്തിയില്ലാതെ ഞങ്ങൾ വല്ലവരുടെയൊക്കെ ഒട്ടത്തിണ്ടലാണ് ഞങ്ങൾ ഇന്ന് കിടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമി കിട്ടണമെന്നുള്ള ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾക്ക് ഈ ഭൂമി ഞങ്ങൾ നേടിയെടുക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അതിന് ഞങ്ങൾ യാതൊരു
പിന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച കാലം ഞങ്ങൾ പുറകിലോട്ട് വലിക്കില്ല. റെയിൽവേ സ്ഥലം എന്ന് പറഞ്ഞാൽ റെയിൽവേക്കാരെടുത്ത്, ഫോറസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുകാരെടുത്ത്, ഭൂമിയില്ലാതെ ഇത്രയും ജനങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. കമ്പനിയിൽ താമസിക്കുന്നവർക്കും റോഡ് പുറമ്പോക്കി താമസിക്കുന്നവർക്കും കയറിക്കിടക്കാടമില്ല. ഞങ്ങൾക്ക് 500 പേർക്ക് കയറിക്കിടക്കാടം വേണം. അന്തി ഉറങ്ങാൻ ഞങ്ങൾക്ക് ഇടം വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ഇടം ഞങ്ങൾക്ക് കിട്ടിയെങ്കിലേക്കും ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ ഈ കനാൽ പുറമ്പോക്കി ഞങ്ങൾ മാട ഒടിച്ച് കുത്തും ഇവിടെ താമസിക്കും. 2013 ഒരു 3 സെന്റ് സ്ഥലത്തിന് പട്ടയം തന്നത്. സ്ഥലമൊന്നുമില്ല, ഞങ്ങൾ പുറമ്പോക്കി കിടക്കുക. ഞങ്ങൾക്ക് 1 സെന്റ് ഭൂമി പോലും ഇല്ല. ഞങ്ങൾ റോഡ് പുറമ്പോക്കിലും അവിടെ ഇവിടെയും കിടക്കുന്നത്. കിടക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഒരു കിടക്കാടം വേണം. ഇവിടെ ഈ വസ്തുക്കളത് കിട്ടിയാൽ ഞങ്ങളൊരു വാട ഒടിച്ചു കിട്ടി ഇവിടെ താമസിക്കുന്നല്ലാതെ ഞങ്ങൾക്ക് വലിയ കുത്തക പോലെയുള്ള വേറെ വസ്തുക്കളൊന്നും ഞങ്ങൾക്ക് വേണ്ട. റെയിൽവേ പുറമ്പോക്കിലാണ് താമസം. 3 സെന്റ് പട്ടയം ഭൂമി തരാമെന്ന് പറഞ്ഞിട്ട് ഇവരെ തന്നിട്ടില്ല. ഇതുവരെ ഞങ്ങൾ ഭൂമിക്ക് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമി കിട്ടണം. സ്ഥലങ്ങളുടെ വിശദവിവരവും ഭൂരഹിതരുടെ എണ്ണവും മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും നേരിട്ട് നിവേദനമായി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് 100ഓളം കുടുംബങ്ങൾ പ്രതീകാത്മകമായി സ്ഥലം കൈയേറിയത്. ഇത് ഒരു സൂചന മാത്രമാണെന്നും കുത്തക മുതലാളിമാർ കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലം തിരികെ പിടിച്ച് ഭൂരഹിതർക്ക് നൽകാൻ തയ്യാറായില്ലെങ്കിൽ സ്ഥലം കൈയേറി കുടിൽ കെട്ടി താമസിക്കുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. അന്തി ഉറങ്ങാൻ ഇടമില്ല, മഴക്കാലം വരുന്നുണ്ട്. പക്ഷേ ഇതിന് ദീർഘകാലമില്ല. ഏറ്റവും കൂടി വന്നാൽ 15 ദിവസക്കകത്ത് ഇതിന്റെ കല്ലും നെല്ലും തിരിച്ചു തന്നില്ലെങ്കിൽ ചാലിയക്കര ABTയുടെ കൈവശം ഇരിക്കുന്ന 36 ഏക്കറിലും പൂർണ്ണമായും ആളുകൾ കയറി വീട് വെച്ചിരിക്കും. അവിടെ യാതൊരു സംശയവും വേണ്ട. പോലീസല്ല, പട്ടാളമല്ല, എന്തു വന്നാലും അതിനെ നേരിടാനുള്ള ശക്തി ജനങ്ങൾക്കുണ്ട്. അത് സ്ത്രീകളായിരിക്കും, സഹോദരിമാരായിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാവോയിസ്റ്റ് എന്ന് സംശയിക്കുന്ന ഒഡീഷ സ്വദേശി തെന്മല വനത്തിനുള്ളിൽ പിടിയിൽ. പരപ്പാർ അണക്കെട്ടിന് കിലോമീറ്ററുകൾ അകലെ നിന്നാണ് പിടിയിലായത്. CPM കൊല്ലം ജില്ലാ സെക്രട്ടറിയായി KN ബാലഗോപാലിനെ തെരഞ്ഞെടുത്തു. പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ ജില്ലാ കമ്മിറ്റിയിൽ. അഭിസാരികമാരും കള്ളുകച്ചവടക്കാരുമാണ് UDF സർക്കാരിനെ താഴെയിറക്കാൻ ശ്രമിക്കുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി. സർക്കാരിനെ ആർക്കും എന്തും ചെയ്യാമെന്ന സ്ഥിതിയാണുള്ളതെന്നും ഭാരതിപുരം. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livewarta.com സന്ദർശിക്കുക.